കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തേക്കുള്ള മാർച്ചിൽ ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുക്കുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ CASF ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഗവർണർ CV ആനന്ദബോസ് സംസ്ഥാനത്തെ ക്രമസമാധാന നില വിശദീകരിക്കും. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ബംഗാളിൽ കനക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധ മാർച്ചിലാണ്. CBI ഓഫീസിന് മുന്നിൽ നിന്ന് തുടങ്ങിയ മാർച്ച് അത് ആരോഗ്യ വകുപ്പ് ആസ്ഥാനം വരെ നടന്നുകൊണ്ട് ഒരു മാർച്ചായി വിദ്യാർത്ഥികൾ പോവുകയാണ്. പ്രതിഷേധം അത് എല്ലാ പരിധികളും ലംഘിച്ച് കൂടുതൽ വ്യാപിക്കുന്നതിന്റെ ദൃശ്യമാണ് കൊൽക്കത്തയിൽ നിന്നും ബംഗാളിൽ നിന്നും ഇപ്പോൾ കാണാനാകുന്നത്. ഇത് ഡോക്ടർമാർ മാത്രമല്ല, ബഹുജനങ്ങളാകെ ഈ പ്രതിഷേധത്തിൽ അണിചേരുന്ന കാഴ്ച കൂടിയുണ്ട്. പുതിയ പ്രിൻസിപ്പലിനെ ആർജിക്കർ മെഡിക്കൽ കോളേജിലേക്ക് നിയോഗിച്ചിരുന്നെങ്കിലും അവരിപ്പോൾ എവിടെയാണ് എന്ന ചോദ്യവും ഈ സമരക്കാർ ചോദിക്കുന്നുണ്ട്. പുതിയ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാട്ട് ഡിമാൻഡ്സ് ആർ യു പുട്ടിംഗ് forward through this strike? In this strike or in this rally in particular? We are actually looking for our principal who is missing since the last few days. She's not been in the hospital. She has fled away from us. She is not taking any responsibility. She's clearly told us that she will not be visiting the hospital soon. So we have known from various sources that she's sitting in the Shastra Bhavan. So we are going to the Shastra Bhavan to look for her. What about the CBI investigation? Till now we don't have any knowledge regarding how much they have progressed, but since the Supreme Court has asked them to submit their first update, we are waiting for the Supreme Court hearing. ഈ നിലയിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. നാളെ വ്യാഴാഴ്ച റിപ്പോർട്ട് നൽകണം ഈ അന്വേഷണം സംബന്ധിച്ച് എന്നുള്ള നിർദ്ദേശം CBIക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തങ്ങൾക്ക് ഈ അന്വേഷണത്തെ പറ്റി ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നും വിദ്യാർത്ഥി നേതാക്കൾ പറയുന്നു. ഒപ്പം ഈ ഇപ്പോഴുള്ള സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം തങ്ങളുടെ പ്രിൻസിപ്പൽ, പുതുതായി നിയമിക്കപ്പെട്ട പ്രിൻസിപ്പലിനെ കാണുന്നില്ല, തങ്ങളുടെ പ്രശ്നം കേൾക്കാനോ ഏറ്റെടുക്കാനോ അവർ തയ്യാറാകുന്നില്ല എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പ്രതിഷേധം കനക്കുകയാണ്. ഇവിടെ നിന്നും ബംഗാളിന്റെ ആരോഗ്യവകുപ്പ് ആസ്ഥാനം വരെ സമരം നടത്താനാണ് തീരുമാനം. അത് ബഹുജനങ്ങളാകെ ഈ സമരത്തിൽ അണിചേരുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാനാകുന്നത്.